അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത്, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഒരാളുണ്ട്. സത്യം എവിടെയാണോ അതിൽ തന്നെയാണ് അള്ളാഹു ഉണ്ടാവുക. ഞാൻ നിങ്ങളെ മുന്നിൽ ലെവലേശം കളവ് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഞാൻ ഇടലില്ല. അത് മറ്റുള്ള വീഡിയോസ് കാണിച്ചിട്ടാണെങ്കിലും അവരോട് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ നുണ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോസ് ഞാൻ ഇടലില്ല. ആരെ കൊണ്ടും എന്നെ കൊണ്ട് ആരാണോ പറയുന്നത് അവർക്കുള്ള തക്കതായ മറുപടി കൊടുക്കുന്നല്ലാണ്ട് നുണ ഞാൻ പറയലില്ല. പക്ഷെ മലപ്പുറം ആരിഫാൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇന്ന് ഞാൻ കാണാനിടയായി. അവളെ ഫാമിലി അവളെ കൊണ്ട് വല്ലാണ്ട് പറയുന്നു. അവളെ ഫാമിലി എന്തിനാണ് അവളെ വീഡിയോസ് കാണുന്നത് എന്നൊക്കെയാണ് ഓള് നമ്മളോട് വന്നിട്ട് പറയുന്നത്. ഓളെ വീഡിയോസ് പലരും എടുത്തിട്ട് അവളെ ഭർത്താവിനും മക്കൾക്കും കുടുംബക്കാർക്കും ജ്യേഷ്ഠത്തിക്കും അനുജത്തിക്കും ഒക്കെ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മലപ്പുറം ആരിഫ, നിന്റെ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നതിലും കൂടുതൽ ഞങ്ങളെ വീഡിയോസാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നീ ഞങ്ങളെ കൊണ്ട് ഇല്ലാത്ത നുണ വിളിച്ച് പറയുമ്പോൾ പ്രത്യേകം ഈ സാബുറാനെ തൊട്ട് ആര് കളിച്ചാലും അതിൻ്റെ തക്കതാ ശിക്ഷ ദുനിയാവൊന്നും ആഹർത്തും നിങ്ങൾക്ക് കിട്ടുന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ എൻ്റെ പഴയ സാബി വ്ലോഗ് എന്ന ചാനലിലും ഞാൻ എത്രയോ 7,000 എത്രയോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിലും ഞാൻ ഒരാളെ കൊണ്ടും കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണേ, നിങ്ങൾ കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല. ഉസ്താദുമാരോട് ഉസ്താദെ നിങ്ങൾ ഇന്നേത് പറയണേ, ഇങ്ങനെയാണോ ഉസ്താദെ നിങ്ങൾ നമ്മളോട് പറഞ്ഞു തരുക, ഇങ്ങനെയാണോ പഠിച്ചവൻ കൽപ്പിച്ചത് എന്നുള്ള വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റുള്ളവരെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് വേറൊരാൾ കുറ്റം പറഞ്ഞത് എന്തിനാ മക്കളെ നിങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്ന ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ടുകൊള്ളൂ. നിങ്ങൾക്കത് കുറ്റമായിട്ടും പരാതിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഉസ്താദിനെ കുറ്റം പറഞ്ഞു എന്നല്ല. പക്ഷെ ഈ മലപ്പുറം ആരിഫ പച്ച നുണ വിളിച്ച് പറയുമ്പോൾ കമന്റാളികളെ നിങ്ങൾ പോയിട്ട് അതിൽ കമന്റ് സൂപ്പർ ഇട്ട് കൊടുക്കുന്നില്ലേ? ഈ മലപ്പുറം ആരിഫ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവും 3-4 മക്കളും ഭാര്യ ഉള്ളവളല്ലേ അവള് പിടിച്ചെടുത്തത്. ഇത് അവളെ കുടുംബക്കാർക്കെല്ലാം അറിയാലോ. എന്നിട്ട് ആ ഭർത്താവ് വന്നിട്ട് ഇപ്പം വീഡിയോസ് ചെയ്യുന്ന അവനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച് മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. കാരണം വെച്ചാൽ ഭർത്താവാണെന്ന് എനിക്ക് എനക്ക് നല്ലൊരു ഓർമ്മ ഉണ്ട്. എന്നാലും മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനോട് പിന്നെ പ്രതികരിക്കാണ്ട് നിന്നത്. ഇപ്പം ഞാൻ അവളെ പഴയ ചാനലെല്ലാം നോക്കിയപ്പോഴാണ് അവൻ തന്നെയാണ് ഇവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഓളതാക്കിക്കൊണ്ടാണ് ഓൻ വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നത്. ഇതെല്ലാം അവരെ ഫാമിലി കാണുന്നില്ലേ? ഫാമിലി എല്ലാവരും ആരിഫാനെ വെറുത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ സാബിറാന യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരാളും വെറുത്തിക്കില്ല. പിന്നെ എൻ്റെ തുള്ളിക്കളി കൊണ്ട് ഈ മരണത്തുള്ളിക്കളി കളിക്കുമ്പോൾ അത് നമ്മളെ റീൽസ് പാട്ടും കൊണ്ടാ കളിച്ചെങ്കിൽ സാരമില്ല. എനിക്ക് അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മളെ ഈ പല ഉസ്താദുമാർ പലതും പറഞ്ഞ് ഇട്ടിട്ടും വേറെ ടെൻഷൻ്റെ അകത്തും മരണക്കളി ഓവറായി കളിച്ചല്ല. ആ സമയത്ത് എൻ്റെ ഫാമിലിയും സാബിറ ഇങ്ങനെ ഓവറായിട്ടുള്ള ഇങ്ങനെ തുള്ളിക്കളി അത് ഞാനും എൻ്റെ ഉസ്താദ് പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ ആ ഓവർ തുള്ളിക്കളി ഞാൻ നിർത്തിയേക്ക്. അല്ലാണ്ട് ഞാൻ ഒരാളെ പറ്റി വീഡിയോസ് ചെയ്തതിനെ പറ്റിയിട്ട് ഒരാളെ പറ്റിയിട്ട് കാര്യം പറഞ്ഞ പറ്റി എന്നോട് ഒരാളും ഇന്നത്തെ തീയതി വരെ എൻ്റെ ഫാമിലിയും പറഞ്ഞിട്ടില്ല, എൻ്റെ സംബന്ധം പറഞ്ഞിട്ടില്ല, എൻ്റെ കുടുംബം പറഞ്ഞിട്ടില്ല. നീ ആരിഫ തുള്ളി കളിച്ചിട്ടില്ലാലോ, നീ മരണക്കളി കളിച്ചിട്ടില്ലാലോ, നീ റീൽസ് എടുത്തിട്ടില്ലാലോ, നീ നല്ല രീതിയിൽ കുത്തിരിഞ്ഞ് പച്ച കള്ളത്തരം പറഞ്ഞത് അങ്ങനെയല്ലേ എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടാണ്ടുന്നത് അല്ലേ? എല്ലാവരും റീൽസ് കളിച്ചിട്ടല്ലാലും ആരിഫ മനസ്സ് കൊത്തി കീറുന്നത് ആരും കാണൂല. കേട്ടുക്ക, നീ എന്തെന്നാ പറഞ്ഞ എന്ത് നീ നിങ്ങൾ അങ്ങോട്ട് പലരോടും പറഞ്ഞാലും പറയാൻ കുപ്പായിട്ട് വരല നിങ്ങൾ ഇങ്ങോട്ട് ആരും വേണ്ട നിങ്ങൾ പോയാട്ടെ എല്ലാം കൊടുത്തു യാത്രയെല്ലാം കൊടുത്തിട്ട്. അപ്പോൾ നീ എന്തെന്നാ പറഞ്ഞ മലപ്പുറം ആരിഫ് എന്താ പറഞ്ഞ ഈ തുള്ളിക്കളി സാബിറ ഓളെ എന്തെന്നാ ഓളെ സംബന്ധക്കാർ കാണൂലേ, ഓളെ കുടുംബക്കാർ കാണൂലേ, ഓലിക്ക് മോശമല്ലേ, എൻ്റെ മക്കളാണെങ്കിൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് കളിയേനു എന്നല്ലല്ലേ ഞാൻ റീൽസ് ചെയ്തപ്പോ നീ മാധ്യമത്തിൽ വിളിച്ചു പറഞ്ഞത് അല്ലേ? സാബിറാന്റെ ശരീരത്തോട് കൂടിയല്ലേ സാബിറ കളിക്കുന്നുള്ളൂ. ഇനി സാബിറാനെ സിനിമയിലേക്ക് വിളിച്ചാൽ സിനിമയിലും സാബിറ പോകും.
അത് സാബിറാന്റെ ശരീരത്തോടു കൂടിയാ. ഞാൻ തുള്ളിക്കളിച്ചിട്ടൊന്നും എന്റെ ആൾക്കാർ ആരും ഒന്നും പറഞ്ഞിക്കൊന്നുമില്ല. അതൊരു റീൽസാണ് ആരിഫ. അങ്ങനത്തെ ഇനി ഞാൻ റീൽസ് കളിച്ചേന് സംബന്ധം കാണൂലേ, നാട്ടുകാർ കാണൂലേ, കുടുംബക്കാര് കാണൂലേ, നാണയല്ലേ, ചേപ്പറല്ലേ, എല്ലോടോ സിനിമയിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. എത്ര മുസ്ലിങ്ങളുണ്ട്. ആ നവാസിന്റെ ഭാര്യ വരെ മരിച്ചു. നവാസിന്റെ ഭാര്യ വരെ ഇല്ലേ? അവർക്ക് അല്ലാഹു എല്ലാം പുറത്ത് മറ്റേ ഷക്കീല എന്ന് പറഞ്ഞ തൗബ ചെയ്ത് അല്ലേ? സിനിമയല്ലേ, എത്ര മുസ്ലിങ്ങളുണ്ട്. അതെല്ലാം എന്താ നാണക്കേടാ ആരിഫ? മാണ്ടാത്ത വിളിച്ച് പറയുമ്പോ നീ ഇപ്പം വിഷമിക്കേണ്ടി വന്നില്ലേ? നിന്റെ ഫാമിലി, നീ ഡാൻസ് കളിച്ചിട്ടാണോ നിന്റെ ഫാമിലി നിന്നെ വെറുത്തത്? നിന്റെ ഫാമിലി നിന്നെ വെറുത്തത് നീ തുള്ളിക്കളിച്ചിട്ടാണോ നിന്നെ വെറുത്തത്? അല്ലാലോ. ഞങ്ങളെ വീഡിയോസ് നിന്റെ ഫാമിലി കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് ആയിരക്കണക്കിന് ആള് എന്നെ സ്നേഹിക്കുകയും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷ ആൾക്കാരും. ഈ 5 or 6 കമന്റ് ഇടുന്ന ബേളന്മാരുണ്ടല്ലോ, കമന്റ് ഇടുന്ന ബേളന്മാർ, അത് നിന്റെ സൈനികളാണ്. നിന്നെ പോലത്തെ സൈനികൾ. മോനെ ഇങ്ങോട്ട് വാ, ഉപ്പ ഇടാണ്ടെല്ലാം വരുന്നു. നിന്നെ പോലത്തെ സൈനികളാണ്. അങ്ങ് പോട്, അങ്ങോട്ട്. നിന്നെ പോലത്തെ സൈനികളാണ് നിനക്ക്. സാബീത്ത ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ട് തരുന്നത്. നീ നിന്റെ വീട്ടിലുള്ള പല ആളെ ഫോണൊന്നും നീ കമന്റ് ഇടിപ്പിക്കുക. നിന്നെ സാക്ഷി പറയുന്ന സൈന്യക്കാർ, നിന്നെ പോലെ തന്നെ ഉള്ള കളവ്, വഞ്ചന, ചതി, മറ്റുള്ള ഭാര്യനെയും ഭർത്താവിനെയും പിടിച്ചെടുക്കൽ, വേറൊരു ഭാര്യയും ഭർത്താവ് ഉള്ളവരെ പിടിച്ചെടുക്കുന്ന അങ്ങനത്തെ കമന്റാളികളാണ്, വേളന്മാരാണ് നിനക്ക് വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടുന്നത്. അല്ലാണ്ട് ആരിഫ, എനിക്ക് ഇന്നേറെ തീയതി വരെ ഒരാൾ എന്നെ ഒരു മോശമായി എന്നോട് പറയുകയോ എനിക്ക് ഫോൺ കോൾ വന്നിക്കില്ല. ഇന്നലെ ഞാൻ പിന്നെ രേണു സുധീനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ വരെ ഇട്ടിട്ട് ആയിരക്കണക്കിന് കോൾ. നന്നായിക്ക് സാബീത്ത, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സാബീത്ത. രേണു സുധി എന്തെന്നാ കാട്ടിക്കൂട്ടുന്നത്? ഓള് സിനിമയിൽ അഭിനയിക്കുന്നതിനോട്ട് അഭിനയല്ലേ, പൊത്തിപ്പിടിക്കലും എടുത്തു തൊള്ളിക്കലും ചാടിക്കലെല്ലാം അഭിനയല്ലേ അത്? ഒറിജിനൽ ഓളാടെ രാത്രി കയറ്റിയിട്ട് ചെയ്തതല്ലാലോ അല്ലേ? അപ്പൊ ഇഞ്ച കൂടെ നിൽക്കുന്ന ആള് നിന്നെ വെറുത്ത് നീ പറഞ്ഞല്ലോ, അള്ള ഉണ്ട്. എന്റെ ഒരാളും എന്നെ വെറുത്തിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇനി അള്ള ഉണ്ട് നീ മനസ്സിലാക്കിക്കോ. സാബീത്ത ഒരു സ്ഥലത്തും പതറൂല. സാബീത്താക്ക് മുത്ത് നബിയും അള്ളാഹു എന്റെ കൂടെ ഉള്ള കാലം വരെ സാബീത്ത ഒരു സ്ഥലത്തും പതറൂല, ഒരു സ്ഥലത്തും അള്ളാഹു പതറപ്പിക്കൂല. കാരണം ഞാൻ ഒരാളെ കൊണ്ടും കുറ്റവും നുണയും ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാളെ ചതിക്കലില്ല. ഞാൻ എൻ്റെ ശരീരത്തോടും ഞാൻ ഡാൻസ് കളിക്കുന്നു, റീൽസ് ചെയ്യുന്നു. അത് ഒരാളോടും ഞാൻ സാക്ഷി പറയുകയും ചെയ്യണ്ട, ഒരാളെ കൊണ്ട് പൊരുത്തപ്പെടുകയും ചെയ്യണ്ട. അത് എൻ്റെ ശരീരത്തോടാണ് ഞാൻ തുള്ളുന്നത്. അല്ലാണ്ട് ആരിഫ, നിന്റെ വീഡിയോസ് ഞാൻ കണ്ട് ഇത് ഞാൻ പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് നീ ക്ഷമിക്കുക തന്നെ ചെയ്യണം, പൊരുത്തപ്പെടുക തന്നെ ചെയ്യണം. എന്താണെന്നറിയോ? പറയാതിരിക്കാതിരിക്കാൻ വയ്യൂല ഇത്. കാരണം എന്ന് വെച്ചാൽ നിനക്കറിയാലോ, എൻ്റെ വീഡിയോസ് ഞാൻ വീഡിയോസ് ഇട്ടപ്പോ ഉസ്താദുമാർ പലതും വന്ന് പറഞ്ഞു ഉസ്താദുമാർക്ക് വ്യൂസ് കിട്ടണ്ടിട്ട് എത്രയോ ഡോളർ അടിച്ചു കയറി ആ 2 ഉസ്താദുമാർക്കും. കേറിക്കോട്ടെ, വാങ്ങിക്കോട്ടെ. അത് കണ്ടിട്ട് നീയും എന്നെ പറയാൻ വന്നില്ലേ? നീ ഒരു മാധ്യമക്കാരത്തിയല്ലേ? നീ പല മേക്കപ്പ് ഇട്ട് പല സൗന്ദര്യത്തിലും പല കോലത്തിലും ഇനി വന്ന് 16 വയസ്സാന്ന് പറഞ്ഞ് കോലത്തിൽ വന്ന് ഇനി മാധ്യമത്തിലില്ല. അങ്ങനത്തെ ഇഞ്ഞും ഞാനും എത്ര ലോകിയക്കാരത്തിയ കുഞ്ഞുമോള്. അങ്ങനത്തതല്ലേ എന്നെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ തുള്ളിക്കളി കൊണ്ട് നാട്ടുകാർ കാണുന്നില്ലേ? ഇവക്ക് സംബന്ധക്കാരൊന്നുമില്ലേ? ഇവക്ക് കുടുംബക്കാരൊന്നുമില്ലേ? അല്ല എനിക്ക് തന്നില്ലേ? ഇഞ്ച കുടുംബത്തിനെ അകറ്റി തന്നില്ലേ? ഇഞ്ച കുടുംബം നിന്നെ വെറുത്തില്ലേ? എന്നെ ആരും വെറുത്തിക്കില്ല. ഞാൻ അങ്ങോട്ടാ ചില ആൾക്കാർ വെറുത്തുക്കുള്ളൂ, എന്നെ ആരും വെറുത്തിക്കില്ല. മനസ്സിലാക്കിക്കോ മക്കളെ. ഇന്നത്തെ തീയതി വരെ യൂട്യൂബ് ചാനൽ കൊണ്ട് തന്നെ ഒരാളും എന്നോട് എൻ്റെ സംബന്ധമായിക്കോട്ടെ കുടുംബക്കാരോട് എന്നെക്കൊണ്ട് പറഞ്ഞിട്ടില്ല. ഓവർ തുള്ളിക്കളി വന്നപ്പോ ചില ആൾ എന്തിനും സാബീത്ത അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ തുള്ളണ്ട എന്നുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞിക്ക്. അതല്ലാണ്ട് കുഞ്ഞിമക്കൾ, അത് നമ്മളെ നിയാസ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നിയാസ് ഉസ്താദും പറഞ്ഞിക്ക്. അതെനിക്കും തോന്നിക്ക് അത് അങ്ങനത്തെ ഒരു അകമ്പതിച്ച തുള്ളലാണെന്ന് എനിക്കും തോന്നിക്ക്. പോട്ടെ. അപ്പൊ ആരിഫ എന്താ പറഞ്ഞത്? നിന്റെ ഫാമിലി വെറുത്ത് ഇപ്പൊ നിനക്ക് ഫാമിലി ഇല്ല, പിന്നെ റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഫാമിലി വിളിക്കുക. അതൊരു കുടുംബം അങ്ങനെ ചെയ്യൂലേ? അതിന്റെ യൂട്യൂബ് പൈസ കണ്ടിട്ടൊന്നല്ല, യൂട്യൂബ് പൈസ കണ്ടിട്ടൊന്നല്ല. ഒരു റീചാർജ് ചെയ്തത് ഇങ്ങനെ കുടുംബത്തിൽ ചെയ്തു കൊടുത്തെല്ലാം വിളിച്ചു പറയല. എന്നാ ഞാൻ എന്തെല്ലാം വിളിച്ചു പറയണടോ? എന്റെ ഈ പൊന്നും മിന്നുങ്ങൾ ഇന്നും ഇന്നലെ ഞങ്ങൾ കാണുന്ന
നിങ്ങളിപ്പോ യൂട്യൂബ് തുടങ്ങിയാലല്ല എന്റെ പൊന്നും പിന്നും കാണുന്നുള്ളൂ. ഞാൻ എന്റെ ചെറിയ സമയത്ത് ഞാൻ 3 4 മുതലിട്ടിട്ടും പൊന്നിട്ടിട്ടും നടന്നോളാം കേട്ടോ. കല്യാണം കഴിച്ചത് മുതൽ പിന്നെ ഞങ്ങൾക്ക് പൊര വാങ്ങിയ സമയത്ത് കുറച്ച് പൊന്നെല്ലാം വിൽക്കേണ്ടി വന്ന്, പിന്നെ അതെല്ലാം അടിക്കടിക്ക് എനിക്ക് പിന്നെ കയറുകയും ചെയ്തിട്ട് ഞാൻ എന്നാ ജാതി മതം ഇല്ലാതെ സഹായിച്ചതും എന്നോട് ഇങ്ങോട്ട് സഹായത്തിന് തേടിയതുമായി ഞാൻ അത്ര വിളിച്ചു പറയണോ. അതിന്റെ യൂട്യൂബ് കണ്ടിട്ടല്ല ആരിഫ എന്റെ സംബന്ധക്കാർ എന്നോട് ചോദിച്ചത്. ഞാളെ വീഡിയോസ് ഓല് കാണുന്നുണ്ട്, ഞാളെ വീഡിയോസ് ഓല് കാണുന്നുണ്ട്, ഞാളെ കൊണ്ട് കുറ്റം പറയുന്നത് കാണുന്നുണ്ട്. ഈ സാബീത്താന ഇഞ്ച കുടുംബക്കാരും ഇഞ്ച നാട്ടുകാരും മുഴുവൻ ജനങ്ങളും സാബീത്താനെ സ്നേഹിക്കുന്നുണ്ട്. അത് നിനക്കറിയൂല, അത് നിനക്കറിയൂല. നിന്റെ വീഡിയോസിന്റെ എത്തായ നിന്റെ സൈന്യക്കാര് നിന്നെപ്പോലത്തെ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാർ കമന്റ് ഇടുന്നെന്ന് കണ്ടിട്ട് ആരും നിന്റെ ബാക്കിയുള്ളവരൊന്നും നിന്റെ കൂടെയല്ല. എന്നാ സാബീത്താന്റെ കൂടെ 95% സാബീത്താന്റെ കൂടെയാണ് ആളുള്ളത്. 5% നിന്റെ വേളന്മാരാണ് എനിക്ക് വന്ന് കമന്റ് ഇടുന്നത്. മനസ്സിലായോ? പിന്നെ ഉസ്താദിന്റെ സൈന്യക്കാരും. മനസ്സിലായോ? എന്നൊരാളും വെറുത്തിക്കില്ല. അതുകൊണ്ട് ആരിഫ നിന്റെ കുടുംബം വെറുത്തത് എന്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് പൊന്നെ. എന്റെ വീഡിയോസിൽ ഈ പറയുന്നുണ്ടല്ലോ, അവർക്ക് സകല സംഗതിയും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ടോ ആരിഫ? നിന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ടോ ആരിഫ? നിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. എന്റെ മാപ്പിളയായിട്ട് അതും ഇതും പറഞ്ഞ് തെറ്റി നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല ആരിഫ? ഞാൻ നിർത്തൂല ആരിഫ. ഞാൻ അന്നെ കൊണ്ട് നീ പൊരുത്തപ്പെടിപ്പിക്കുന്ന കാലം വരെ ഞാൻ വീഡിയോസ് നിന്നെ കൊണ്ട് പറഞ്ഞേ ഞാൻ തീരുള്ളൂ, പറഞ്ഞേ തീരുള്ളൂ. ഇനി എന്ത് പച്ച നുണ വിളിച്ചു പറഞ്ഞാൽ ഇന്റെ കുടുംബം വെറുത്തില്ലേ? ഒരു കാരണല്ലേ, സാബീത്താന്റെ വീഡിയോസ് ഓല് കാണുന്നുണ്ട്, ഓല് കാണുന്നുണ്ട്. അള്ളാഹു ദുനിയാവു ആഹിറും അള്ളാഹു അത് നിനക്കുള്ളതാണ്. നിന്നെ അള്ളാഹു ശിക്ഷിക്കും. അത്ര ഈ ഞാൻ ഒരാളെ കൊണ്ട് നുണയും പസാദും പറയാ തന്നെ കൊണ്ട് സാജിനെ കൊണ്ട് ഇനി എന്തെല്ലാം നുണ പറഞ്ഞിക്ക ആരിഫ? 5 മക്കളെത്തി, ഇതെല്ലാം ഇന്റെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. നീ ആരിഫ നിന്റെ ആൾക്കാർ ഇതെല്ലാം കേൾക്ക്. ഇപ്പൊ നിനക്ക് നിന്റെ ആൾക്കാരിൽ ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരാവുള്ളൂ അല്ലേ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് കയറാവുള്ളൂ അല്ലേ? 5 എത്തി മക്കളെ വിറ്റിഞ്ഞ് തിന്നില്ല. എത്ര ഡോളറിഞ്ഞ് അടിച്ചു കയറ്റി അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല. 5 എത്തി മക്കളെ പോറ്റാനോട് ഇനി എന്ത് മോശത്രം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ഒക്കെ പുറത്തു കൊടുക്കും. 5 എത്തി മക്കളെ 1 2 മക്കളെ പോറ്റാൻ നമ്മൾ നെട്ടോട്ട് ഓടിയിട്ടും ലക്ഷക്കണക്കിന് പണം കിട്ടിയിട്ടും ഞമ്മക്ക് മതിയാകുന്നില്ല. നമ്മളെ ചെലവ് പോലെയല്ല കുഞ്ഞിമക്കളെ ചെലവ് ഓവർ ചെലവാ. നമ്മക്ക് കുറച്ച് അരിയും സാധനവും പച്ചക്കറിയും ആയിക്കൊണ്ടിട്ട് നമ്മക്കൊരു മാസം എത്തും. കുഞ്ഞിമക്കൾക്ക് ദിവസവും എന്തെല്ലാം ബിസ്ക്കറ്റും റസ്കും അതും ഇതും മറ്റേതും പമ്പേസും എന്തെല്ലാം വാങ്ങണോ മക്കൾക്ക്. അങ്ങനെ മക്കളോ എത്തി മക്കളെ നോക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയതല്ലേ എന്തെല്ലാം സാജിനെ പുകയ്ത്താനോ പറയാൻ എനക്ക് പറയാനോ ഞാൻ പറയണ്ടില്ല. പക്ഷേ സാബീത്ത നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ സാബീത്താന്റെ മനസ്സ് പൊള്ളുന്നു. എനിക്ക് പാവങ്ങളോട് സങ്കടമാണ്, സ്നേഹമാണ്. അതുകൊണ്ടാണ് സാബീത്ത പറഞ്ഞു പോകുന്നത്. ആരേലും വിറ്റ് പൈസ ഉണ്ടാക്കിക്ക ആരിഫ, എനിക്ക് നേമത്തും ബർക്കത്തും ഉണ്ടാവില്ല. ഇനി ഇന്റെ പൈസക്ക് നേമത്തും ബർക്കത്തും ഉണ്ടാവില്ല. ഇന്റെ കുടുംബം ഇന്നെ തകർത്തില്ലേ? ഇന്റെ കുടുംബം സാബീത്താന്റെ വീഡിയോസ് ഓല് കാണുന്നുണ്ട് മക്കളെ. ആ വീഡിയോസ് ആണ് ഇന്റെ കുടുംബക്കാരതും ഇന്റെ മക്കളതും മക്കളതും ഇന്റെ വിജാപ്പണ്ടെല്ലാം പിന്നെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആരിഫ നീ നല്ല നിലയിൽ ചെയ്തോ വീഡിയോസ്, നീ നല്ല നിലയിൽ ചെയ്തോ. എന്തിനാണ് ആരിഫ കുറ്റം പറയുന്നത്? സാബീത്താക്ക് കഴിഞ്ഞ വീഡിയോ സാബി വ്ലോഗിൽ ഇപ്പം ബ്ലോക്ക് ആയി കിടന്ന സാബി വ്ലോഗിൽ $470 അതും ഒരു മാസം പൂർത്തിയായിക്കില്ല. ഒരു മാസം പൂർത്തിയാകുന്നതിന് മുന്നേ $470 സാബീത്ത കുറ്റം പറഞ്ഞിട്ടാണോ അപ്പൊ എനിക്ക് ഡോളർ കയറിയത്? കുറ്റം പറഞ്ഞിട്ടാണോ ഡോളർ കയറിയത്? അല്ലാലോ. അതുകൊണ്ട് ആരിഫ സ്വയം പിന്നെ ഉസ്താദെ നിങ്ങൾ ആണുങ്ങളെ കൊണ്ടൊന്ന് പറയണേന്നല്ലേ ഞാൻ സിറാജ് ഉസ്താദോട് പറഞ്ഞിട്ടുള്ളൂ. മറ്റേ റസാബ്ലോഗ് ഉസ്താദ് എന്നെ കൊണ്ടല്ലേ സുയിപ്പാക്കിയിട്ടും പരിഹസിച്ചും നൂലും മില്ലും മന്ത്രിച്ചതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതിനുള്ള മറുപടിയല്ലേ ഞാൻ കൊടുത്തുള്ളൂ. ആരിഫ ഇതെല്ലാം നിന്റെ കുടുംബക്കാർ കാണുന്നുണ്ട്. എന്റെ ഈ സാബീത്താന്റെ വീഡിയോസ് ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണ് ആരിഫ. ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ചില നിന്നെ പോലത്തെ ആൾക്കാർക്കാണ് ആരിഫ ഇഷ്ടപ്പെടാത്തത്. അത് നിന്നിൽപ്പെട്ടവരാണ്. അതാണ് അവർക്കാണ് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇനിയില്ലാത്ത നോണ പിന്നെ ബജ്ജും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത നോണ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവും ആഹർത്തും നിങ്ങളെ വീട്ടിയേ തീരുള്ളൂ. ഞാൻ ഒരാളെ കൊണ്ട് നുണയോ പസാദോ കുറ്റങ്ങളോ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടലില്ല. എന്റെ ശരീരത്തോട് ഞാൻ പല രീതിയിലും തുള്ളും. അതെനിക്ക് നിർത്തണം തോന്നുമ്പോൾ ഞാൻ നിർത്തും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നീ മറ്റുള്ളവരെ കൊണ്ടല്ലേ പറയുന്നത് ആരിഫ? നീ എന്താ പറഞ്ഞത്? എന്റെ സംബന്ധക്കാർ കാണുന്നില്ലേ, എന്റെ കുടുംബക്കാർ നാണമല്ലേ തുള്ളിയാലേ നാണമല്ല. എടോ എത്ര ആൾക്കാർ സിനിമക്ക് പോന്നടോ, സിനിമ അഭിനയിക്കാൻ പോന്ന് ഓലയിൽ എന്താ കുടുംബം ബർത്തിട്ടാണോ? ഓലെന്താ നാട്ടുകാർ ബർത്തിട്ടാണ്? അതുപോലെ ഞാനും റീൽസ് അല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ നിന്റെ കുടുംബം നിന്നെ വെറുക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാണ്ട് വെറുക്കൂലാലോ.
എന്തെങ്കിലും കാണുന്ന വെറുക്കൂല. ഞാളെ പോലത്തെ പോലെ വീഡിയോസ് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിന്നെ വെറുക്കുന്നത്. അതുകൊണ്ട് ആരിഫ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. അള്ളാഹു എന്നാര് കുറ്റം പറഞ്ഞ്, എന്നോട് ആര് ചെയ്ത്, അള്ളാഹു താല ദുനിയാവും നാളെടുത്ത് നിങ്ങൾക്ക് തരാണ്ടൊന്നും പോകൂല എവിടെയും. ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണോ എന്നെ കൊണ്ടില്ലാത്ത നുണ വിളിച്ചു പറഞ്ഞത്, അല്ലെ മറ്റുള്ള ചാനലുകാർ കേട്ടിട്ട് അതേപോലെ പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടിക്കുക തന്നെ നിങ്ങൾ ചെയ്യണം മക്കളെ. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെടിക്കണം. എനിക്കൊരു കൂച്ചലും ഇല്ലാത്തതാണ്. നിങ്ങൾ വിളിച്ചോ സാബീത്താന, നിങ്ങൾ അങ്ങേയറ്റം തോന്നിയ ഭാഷം തെറി നിങ്ങൾ വിളിച്ചോ. പക്ഷേ അത് നിങ്ങളെ കളസറാണെന്നും ഞങ്ങളും വിചാരിക്കും, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സോടും വിചാരിക്കും. പക്ഷെ ഇല്ലാത്ത നുണ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊരിക്കലും സഹിക്കൂല, അതൊരിക്കലും പൊറുക്കൂല. അള്ളാഹുവിനും പൊറുക്കൂല, ദുനിയാവിൽ ആഹത്തിലും അവ പൊറുക്കൂല. മനസ്സിലാകും നിങ്ങൾ? ആരിഫ പോയില്ലേ? നീ തന്നെ പറ മോളെ, നീ തന്നെ ഇതെല്ലാം ഞാളെ വീഡിയോസ് കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? നാട്ടുകാരല്ലേ വീട്ടുകാരില്ല. സാബീത്താരും വെറുത്തിക്കില്ല. ചില ആൾക്കാരെ സാബീത്താക്ക് അങ്ങോട്ട് വെറുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അത് വേറൊരു കാരണം കൊണ്ടാ കേട്ടോ, വേറൊരു കാരണം കൊണ്ടാ. എനക്ക് നുണ പറയുന്നതും കളവ് പറയുന്നതും വഞ്ചനയും ചതിയും, അത് കുടുംബമായാലും അത് നാട്ടോറാലും ഏതാളായാലും നുണയും ചതിയും വഞ്ചനയും പറയുന്നവർ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ തലയത്തോട് തുള്ളുന്നുണ്ടാവും ചാടുന്ന. അത് നിങ്ങൾക്ക് ഒരാൾക്കും നോക്കേണ്ട അർഹതയില്ല. അത് തെറ്റുണ്ടെങ്കിൽ തൗബ ചെയ്യാനും തെറ്റില്ലെങ്കിൽ സ്വർഗം കിട്ടാനും അത് ഞാനൊരു വ്യക്തി മാത്രമാണ് കാരണക്കാരൻ. എനിക്ക് കളവ് പറയുന്നവരെ കണ്ടൂടാ, ഉത്തരമുട്ടുമ്പം കൊഞ്ഞനം കാട്ടുന്നവരെ കണ്ടൂടാ. ഇൻഷാ അല്ലാഹ് മക്കളെ. അതുകൊണ്ട് ആരിഫാൻ ഇപ്പം വീഡിയോസ് കണ്ടപ്പം എനിക്ക് കുറച്ച് രൂക്ഷമായതാണ്. ആരിഫ കിട്ടിയില്ലേ? കുടുംബം വെറുത്തില്ലേ? ഫാമിലി വെറുത്ത്. ഇപ്പൊ എനിക്ക് സബ്സ്ക്രൈബേഴ്സാറുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അല്ല ഇനിയും തരും. പൊരുത്തപ്പെടിച്ച എന്റെ വീഡിയോസ് കുടുംബക്കാർ കാണുന്നുണ്ട് കേട്ടോ. അങ്ങാൻ കണ്ട 3 മക്കളും ഭാര്യനും ഉള്ളവരെല്ലാം പിടിച്ചിട്ട് ഇപ്പോൾ ഭർത്താവും കഴിഞ്ഞിക്കല്ല. ഇപ്പൊ ഭർത്താവെ വരുന്നുണ്ട്, ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വിചാരിച്ചത് മനുഷ്യന്മാർ മുഖം പോലത്തെ പല ആൾക്കാരുണ്ടാവല്ലോ. അതോളെ പഴയ ചാനൽ എടുത്തു നോക്കുമ്പോ ഇമ്മുഖം തന്നെയല്ലേ അമ്മുഖത്തിലുള്ളത്. ഇതൊന്നും ഇവിടുന്ന് ആരും ചെയ്തിട്ടില്ല. കണ്ടോനെ പിടിച്ചെടുത്തിട്ടില്ല. 4-5 കൊല്ലം കഴിഞ്ഞാൽ അഷർപ്പ് നാട്ടിൽ വരുത്തുള്ളൂ. എന്റെ മാപ്പിള അഷർപ്പ് വരുത്തുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു വികാരം കൊണ്ട് ഞാൻ ഇവിടത്തേക്കും പാനിക്കില്ലടോ, ആരെയും പിടിച്ചെടുത്തിക്കില്ലടോ. കേരളത്തിൽ ഫോൺ ഇറങ്ങിയ ഉടനെ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടടോ. ഒരു വലിയ പൈസക്കാരനായ 1-2 കയ്യിലാ ഫോണുള്ളൂ. സാബിറ റെഡി ആയിപ്പോയിക്കില്ലടോ. ഇന്നും അഷറപ്പിന്റെ കൂടെ ഉണ്ട് ആരിഫ. നുണ പറഞ്ഞ ആരിഫ ഇനി മാധ്യമത്തിൽ വന്ന് നുണ പറഞ്ഞില്ലേ? ഞാൻ ഇനി ഏത് ഫാമിലിയിലാ ഞാനുള്ളത്, ഗ്രൂപ്പിലാണ് ഞാനുള്ളത്? ഏത് ഗ്രൂപ്പ് എന്നാ എന്നെ പിരിച്ചു വിട്ടത്? അറിയണം ആരിഫ, അറിയണം. ഈ നുണ ഇനി വിളിച്ചു പറഞ്ഞില്ലേ? നിന്റെ കുടുംബം കാരണത്താലെ നിന്നെ വെറുത്തില്ലേ? ഇനിയും വെറുക്കും ആരിഫ. ഓക്കെ മക്കളെ, ബൈ.